മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ ചക്കാലക്കുത്ത് റോഡിൽ BSNL ഓഫീസിന്റെ ചുറ്റുമതിൽ തകർച്ചാ ഭീഷണിയിൽ. നിരവധി വാഹനങ്ങളും കാൽനടക്കാരും ഉപയോഗിക്കുന്ന റോഡരികിലെ മതിലിന്റെ അവസ്ഥ ആശങ്കയുണർത്തുന്നതാണ്. പാട്ടുത്സവ നഗരിയിൽ നിന്നും ബൈക്ക് മോഷണം പോയ സംഭവത്തിൽ മോഷ്ടാവും ബൈക്ക് വിൽക്കാൻ സഹായിച്ച ബന്ധുവും അറസ്റ്റിൽ. മണ്ണാർക്കാട് പള്ളിക്കുന്ന് സ്വദേശി മാടഞ്ചേരി സൈഫുദ്ദീൻ, സഹോദരപുത്രൻ മാടഞ്ചേരി അജ്മൽ ഫവാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ നഗരസഭയിലെ 3-ാം ഡിവിഷൻ ചെറുവത്തുകുന്ന് അങ്കണവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്ത് മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമ്മൽ സലീം കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു. ഇതോടെ ചെറുവത്തുകുന്ന് നിവാസികളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കും. വീട് നിർമ്മാണം പാതി വഴിയിലായ ലൈഫ് ഗുണഭോക്താക്കളെ കൈവിടാതെ മൂത്തേടം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ഗുണഭോക്താക്കളുടെ കുടുംബസംഗമം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു. ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ സംസ്ഥാന കലാമേള ആർട്ടോറിയം നവംബർ 7-8 തീയതികളിലായി നിലമ്പൂർ മജ്മ അക്കാദമിയിൽ നടക്കും. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ചക്കാലക്കുത്ത് റോഡിൽ BSNL ഓഫീസിന്റെ ചുറ്റുമതിൽ തകർച്ചാ ഭീഷണിയിൽ. നിരവധി വാഹനങ്ങളും കാൽനടക്കാരും ഉപയോഗിക്കുന്ന റോഡരികിലെ മതിലിന്റെ അവസ്ഥ ആശങ്ക ഉണർത്തുന്നതാണ്. 5 മീറ്ററോളം ഉയരത്തിലുള്ള ഭാഗത്താണ് കല്ലുകൾ ഇളകി മാറിയതായി കാണുന്നത്. സമീപത്തെ ശിശുമന്ദിരം, വീട്ടിക്കുത്ത് സ്കൂൾ എന്നിവിടങ്ങളിലേക്കുള്ള കുട്ടികളും നാട്ടുകാരും മതിലിന് സമീപത്തുകൂടിയാണ് സഞ്ചരിക്കുന്നത്. പ്രവർത്തനം നിർത്തലാക്കിയ BSNL ഓഫീസിന്റെ കെട്ടിടം നിലവിൽ നഗരസഭയുടെ അജൈവ മാലിന്യ സംഭരണ കേന്ദ്രമായി പ്രവർത്തിക്കുകയാണ്. വലിയ അപകട സാധ്യതയാണ് ഇവിടെയുള്ളതെന്നും പ്രദേശവാസികളും പറയുന്നു. പാട്ടുത്സവ നഗരിയിൽ നിന്നും ബൈക്ക് മോഷണം പോയ സംഭവത്തിൽ മോഷ്ടാവും ബൈക്ക് വിൽക്കാൻ ശ്രമിച്ച ബന്ധുവും അറസ്റ്റിൽ. മണ്ണാർക്കാട് പള്ളിക്കുന്ന് സ്വദേശി മാടഞ്ചേരി സൈഫുദ്ദീൻ, സഹോദരപുത്രൻ മാടഞ്ചേരി അജ്മൽ ഫവാസ് എന്നിവരെയാണ് CI ബിനു BSന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജനുവരി 15-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പാട്ടുത്സവം കാണാനെത്തിയ വണ്ടൂർ സ്വദേശിയുടെ പൾസർ ബൈക്കാണ് മോഷണം പോയത്. പ്രതി മോഷ്ടിച്ച ബൈക്ക് കുറഞ്ഞ വിലയ്ക്ക് മറ്റൊരാൾക്ക് വിൽക്കുകയായിരുന്നു. മോഷണം പോയ ബൈക്ക് പാലക്കാട് ഭാഗത്ത് ഉപയോഗിച്ചു വരുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. സൈഫുദ്ദീൻ മോഷ്ടിക്കുന്ന ബൈക്കുകൾ കുറഞ്ഞ വിലയ്ക്ക് അജ്മൽ ഫവാസ് ആണ് വിൽപ്പന നടത്തിയിരുന്നത്. പ്രതികൾ മുൻപും മോഷണം നടത്തിയിട്ടുണ്ടെങ്കിലും ബൈക്കുകൾ തിരിച്ചുകൊടുത്ത് കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. SIമാരായ TP മുസ്തഫ, തോമസ് കുട്ടി ജോസഫ്, CPOമാരായ ഉജേഷ്, മനു പ്രസാദ്, ആശിഷ്, വിപിൻ, ഡാൻസ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി, ആഷിഫ് അലി, ടി നിബിൻ ദാസ്, ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. നിലമ്പൂർ നഗരസഭയിലെ 3-ാം ഡിവിഷൻ ചെറുവത്തുകുന്ന് അങ്കണവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്ത് മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമ്മൽ സലീം കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു. ഇതോടെ ചെറുവത്തുകുന്ന് നിവാസികളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കും. ഇത്തരത്തിലുള്ള ഒരു ഉദ്ഘാടനത്തിനും ഇത്രത്തോളം കൗൺസിലർമാർ, നിങ്ങൾ ഇതിനു മുമ്പും പല ഉദ്ഘാടനങ്ങളും കണ്ടിട്ടുണ്ടാവും. ഏറിയാല ചെയർമാൻ വന്ന് ഉദ്ഘാടനം ചെയ്തു പോകും. പക്ഷെ അതല്ല, ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഏറ്റെടുത്ത് നടത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ചെറുവത്തുകുന്ന് വാർഡിൽ തന്നെ നടത്തിയ വികസനങ്ങൾ റഹ്മത്ത് തന്നെ ഇവിടെ വിവരിക്കുകയുണ്ടായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വന്നിട്ട് ഈ അംഗൻവാടിയുടെ കുറ്റിയടിപ്പ് അവസാനത്തതല്ല. പല ഭാഗങ്ങളിലും മുനിസിപ്പാലിറ്റിക്ക്, അംഗനവാടിക്കും അതുപോലെ തന്നെ പകൽ വീടിനൊക്കെ പല ആളുകളും ലക്ഷക്കണക്കിന് രൂപയുടെ സ്ഥലം വിട്ടുതന്ന ഒരു സന്തോഷ വാർത്തയും കൂടി നിങ്ങളെ അറിയിക്കാനാണ് ആഗ്രഹിക്കുകയാണ്. ഇതിനു മുമ്പത്തെ 10-30 വർഷക്കാലത്തോളം നമുക്കൊരു സെന്റ് ഭൂമിയും കൂടി ഒരു മനുഷ്യന് ആരും തന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ഈ ഭരണസമിതിക്ക്, ഈ കൂട്ടായ്മക്ക്, നമ്മുടെ പല സന്മനസ്സുകളായ ആളുകൾ നമുക്ക് 2 സെന്റും 3 സെന്റും പല ഭാഗങ്ങളിൽ, പല വാർഡുകളിൽ നമുക്ക് നൽകുകയുണ്ടായി. നിലവിൽ വാടക കെട്ടിടത്തിലാണ് അംഗനവാടി പ്രവർത്തിക്കുന്നത്. ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം നടത്തിയാണ് ചെറുവത്തുകുന്ന് കണ്ടായ സ്ഥലം ഏറ്റെടുത്തത്. 3.5 സെന്റ് സ്ഥലം വാങ്ങുവാൻ ആവശ്യമായ തുകയുടെ 50% അബ്രിക്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനി നൽകി.
ബാക്കി തുക ജനകീയ പങ്കാളിത്തത്തോടെയാണ് കണ്ടെത്തിയത്. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കക്കാടൻ റഹീം, സ്കറിയ കിനാത്തോപ്പിൽ, സൈജി ടീച്ചർ, ജനകീയ കമ്മിറ്റി പ്രസിഡന്റ് M മുജീബ് റഹ്മാൻ, സെക്രട്ടറി അബ്ദുൾ റബ്ബ് കല്ലായി എന്നിവർ സംസാരിച്ചു. കൌൺസിലർ റഹ്മത്തിനുള്ള ഉപഹാരം ചുള്ളിക്കോടൻ ആമിന് കൈമാറി. റഹ്മത്തുള്ള ചുള്ളിയിൽ സ്വാഗതവും ഷബീർ അലി മാടാല നന്ദിയും പറഞ്ഞു. കൌൺസിലർമാരായ കുഞ്ഞുട്ടിമാൻ, റെനീഷ് കുപ്പായി, അഷ്റഫ് മങ്ങാട്ട്, വിഷ്ണു വാളക്കുളം, രജനി അജിത്, AP ഖൈറുനീസ, P സനില, നാജിയ ഷാനവാസ്, സുബൈദ അടുക്കത്ത് എന്നിവർ പങ്കെടുത്തു. വീട് നിർമ്മാണം പാതിവഴിയിലായ ലൈഫ് ഗുണഭോക്താക്കളെ കൈവിടാതെ മൂത്തേടം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ഗുണഭോക്താക്കളുടെ കുടുംബസംഗമം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു. നവംബർ 3 നടന്ന ഭരണസമിതി യോഗത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ എഗ്രിമെന്റ് വെച്ച മുഴുവൻ കുടുംബങ്ങൾക്കും വീട് നിർമ്മാണം പൂർത്തീകരിക്കുവാൻ 5.28 കോടി രൂപ ലോൺ എടുക്കുന്നതിന് വേണ്ടി KURDFCയുമായി കരാറിലേർപ്പെട്ടു. വീട് നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയാത്ത കുടുംബങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമായി. സംഗമം പ്രസിഡന്റ് P ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TP സഫിയ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ ജസ്മൽ പുതിയറ, സെലീന റഷീദ്, അനീഷ് കാറ്റാടി, മെമ്പർമാരായ AT രജി, ആയിഷ, ഹരിദാസൻ, ജെനി, റംല, സെക്രട്ടറി പാർവതി മേനോൻ, VEO ജാൻസി എന്നിവർ സംസാരിച്ചു. മലപ്പുറം നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി താമസിക്കാൻ നിർമ്മിച്ച വനിതാ ഹോസ്റ്റൽ ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം നഗരസഭയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാന വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ് നഗരസഭയുടെ വികസനങ്ങൾ. എല്ലാവരിലേക്കും ഗുണമെത്തിക്കുവാൻ നഗരസഭാ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 2.5 കോടി രൂപ ചെലവിലാണ് ഹോസ്റ്റൽ നിർമ്മാണം പൂർത്തിയാക്കിയത്. മുണ്ടുപറമ്പ് കാവുങ്ങൽ ബൈപ്പാസ് റോഡിന് സമീപമുള്ള നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള നെച്ചിക്കുറ്റിയിലെ സ്ഥലത്താണ് ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത്. അത്യാധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി ആഡംബര ഹോട്ടലുകളോട് കിടപിടിക്കുന്ന രീതിയിൽ ശീതീകരിച്ച മുറികളാണ് ഹോസ്റ്റലിൽ ഒരുക്കിയിട്ടുള്ളത്. 100ഓളം പേർക്ക് താമസിക്കുവാൻ സൗകര്യമുള്ള കെട്ടിടത്തിന് 3 നിലകളാണുള്ളത്. ഡോർമെട്രി മുറികൾ, സ്യൂട്ട് റൂമുകൾ, മീറ്റിംഗ് ഹാൾ, ഡൈനിംഗ് ഹാൾ, അടുക്കള, വർക്ക് ഏരിയ, ഹെൽത്ത് ക്ലബ്, വിനോദ കേന്ദ്രം, അതിഥി മുറി എന്നീ സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ മറിയുമ ഷരീഫ്, കോടോത്തൊടി, PK സക്കീർ ഹുസൈൻ, പരി അബ്ദുൽ ഹമീദ്, CP ആയിഷ ബി, മുൻ ചെയർപേഴ്സൺ CH ജമീല, കൌൺസിലർമാരായ ജയശ്രീ രാജീവ്, O സഹദേവൻ, മഹമ്മൂദ് K തേങ്ങൽ, നഗരസഭാ സെക്രട്ടറി K സുധീർ, എഞ്ചിനീയർ PT ബാബു എന്നിവർ സംസാരിച്ചു. ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ സംസ്ഥാന കലാമേള ആർട്ടോറിയം നവംബർ 7-8 തീയതികളിലായി നിലമ്പൂർ മജ്മ അക്കാദമിയിൽ നടക്കും. 28 വേദികളിലായി ജൂനിയർ, സീനിയർ, ഹയർ സെക്കൻഡറി എന്നീ കാറ്റഗറികളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. IABയുടെ 11ാമത് സംസ്ഥാനതല ആർട്ടോറിയം നവംബർ 7-8 തീയതികളിൽ നിലമ്പൂർ മജ്മ അക്കാദമിയിൽ നടക്കുകയാണ്. 123 ഇനങ്ങളിലായി ജൂനിയർ, സീനിയർ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി കാറ്റഗറികളിലായി 2000ഓളം പ്രതിഭകൾ മാറ്റിയിരിക്കുകയാണ്. 7-ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് നിലമ്പൂർ MLA ബഹുമാനായ ആര്യടൻ ശബ്ദത്ത് ആർട്ടോറിയം ഉദ്ഘാടനം ചെയ്യുകയാണ്. മാപ്പിളപ്പാട് നിരൂപകനും ഗ്രന്ഥരചയിതാവുമായ മൈസരേറ്റിൽ എഴുത്തുകാരൻ കഥാകൃത്തുമായ P സുരേന്ദ്രൻ രണ്ടുപേരും മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കുന്നു. കേരള മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മജ്മ അക്കാദമി മേധാവികളുമായ അവർ അധ്യക്ഷത വഹിക്കുന്നു. കേരള മുസ്ലിമായ സംസ്ഥാന സെക്രട്ടറി CP സൈദലു മാസ്റ്റർ സന്ദേശം നൽകി. 8-ാം തീയതി ശനിയാഴ്ച കാലത്ത് 8 മണി മുതൽ മത്സരങ്ങൾ ആരംഭിക്കുന്നു.
സമാപനം നടക്കുന്നു. സമാപന സമ്മേളനം IAB സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് സാഹിബ് ഉദ്ഘാടനം ചെയ്യുന്നു. നവംബർ 7 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം നിലമ്പൂർ MLA ആര്യടൻ ഷൗക്കത്ത് ഉദ്ഘാടനം നിർവഹിക്കും. കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റും മജ്മ ജനറൽ സെക്രട്ടറിയുമായ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിക്കും. പ്രമുഖ എഴുത്തുകാരനും കോളമിസ്റ്റുമായ P. സുരേന്ദ്രൻ മുഖ്യാതിഥിയാകും. മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ ഏലീറ്റിൽ അതിഥിയുമാവും. നൌഫൽ കോഡൂർ കീനോട്ട് അവതരിപ്പിക്കും. 14 ജില്ലകളിൽ നിന്നും വ്യത്യസ്ത റീജിയനുകളിലായി മത്സരിച്ച് മികച്ച വിജയം നേടിയ 2000-ഓളം വിദ്യാർത്ഥി പ്രതിഭകളാണ് നിലമ്പൂർ മജ്മ അക്കാദമിയിൽ എത്തിച്ചേരുന്നത്. നിലമ്പൂരിന്റെ വിവിധ സംസ്കൃതിയും പാരമ്പര്യവും പൈതൃകവും വിളിച്ചോതുന്ന രീതിയിലാണ് ഓരോ വേദിയും സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രശസ്തമായ തേക്ക് മരങ്ങളാൽ സമൃദ്ധമായ നിലമ്പൂരിന്റെ മണ്ണിൽ കനോലി പ്ലോട്ടും തേക്ക് മ്യൂസിയവും ചാലിയാറും പ്രശസ്തമാണ്. ചരിത്രപരമായ രചനകളിൽ നിലമ്പൂരിന്റെ കഥകളിലെ പേരുകളായ സാജ്വാലി, ടീക്ക് അരീന, കനികാരവം, വനമാലി, ടീക്ക് ഷാഡോ, കവാനം, വനധാര, സാഖ, പുഴയോരം, സൈലന്റ് ഷോർ, റിവർ ലാൻഡ്, ടീക്ക് ഓറ, ബാംബുര, ടെക്ടോന, ഗ്രാൻസസ്, കനോലി, നിലാവനം, ഹണി ബ്ലൂം, വനധ്വനി, വനാലയം, ചാലിയോരം, ടീക്ക് കനോപ്പി, വുഡ് വിസ്പർ, നില, വനപാദം, ടീക്ക് ലീഫ്, ടീക്ക് വാലി, നിലമ്പപുരി തുടങ്ങിയവകളിലൂടെയാണ് വേദികൾ അറിയപ്പെടുന്നത്. അബ്ദുറഹ്മാൻ ദാരിമി C4th, CP സെയ്ദലവി ചെങ്ങറ, പ്രൊഫസർ UC അബ്ദുൽ മജീദ്, N മുഹമ്മദ് അലി, അഫ്സൽ കൊളാരി, കൊമ്പൻ മുഹമ്മദ് ഹാജി, CH ഹംസ സഖാഫി, സാദിഖ് ഹാജി കരിമ്പുഴ, സുലൈമാൻ ദാരിമി വല്ലപ്പുഴ തുടങ്ങിയവർ സംസാരിക്കും. ജനറൽ സെക്രട്ടറി VPM ഇസ്ഹാഖ് സ്വാഗതവും MSI പ്രിൻസിപ്പൽ ജലീൽ നന്ദിയും പറയും. മാനവികതയുടെ പരാജയമായ യുദ്ധത്തിനെതിരെയും സമാധാനവും ഉയർത്തിക്കാണിച്ച് മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന വാൾ ട്രീ വിദ്യാർത്ഥികൾ തയ്യാറാക്കുന്നുണ്ട്. നവംബർ 8 വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങ് IAME ഫൈനാൻസ് സെക്രട്ടറി പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിക്കും. VPM ഇസ്ഹാഖ് അധ്യക്ഷത വഹിക്കും. നൌഫൽ കോഡൂർ സന്ദേശം നൽകും. നിലമ്പൂർ മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീർ, IAME സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ N മുഹമ്മദ് അലി, ഉനൈസ് മുഹമ്മദ്, KM അബ്ദുൽ ഖാദർ, ഹൈദരലി തങ്ങൾ, PC അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ IAME ജനറൽ സെക്രട്ടറി VPM ഇസ്ഹാഖ്, IAME എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഫ്സൽ കൊളാരി, മജ്മ സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ജലീൽ, സുലൈമാൻ ദാരിമി വല്ലപ്പുഴ, ഹൈദരലി തങ്ങൾ, റഫീഖ് സഖാഫി, ഉവൈസ് സഖാഫി എന്നിവർ പങ്കെടുത്തു. കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടത്തിൽ പരിക്കുപറ്റി ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പാടം സ്വദേശി മാപ്ലായിൽ ജോൺസൺ ആണ് മരിച്ചത്. 61 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ 22 വൈകുന്നേരം 5:15 ഇടിവണ്ണയിലാണ് അപകടം. മുല്ലപ്പാടം ഭാഗത്ത് നിന്നും ഇടിവണ്ണ ഭാഗത്തേക്ക് വരികയായിരുന്ന ജോൺസന്റെ ബൈക്കും മുല്ലപ്പാടം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ബൈക്കിൽ നിന്നും തെറിച്ചു വീണ് ഗുരുതരമായി പരിക്കേറ്റ ജോൺസനെ ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ശേഷം പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയ സെമിത്തേരിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.